അത് അത് വേണോ? വേണം. അന്ന് ആ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ആവേണ്ടവളല്ലേ നിത്യ. ആ സ്ഥാനം മനസ്സിൽ കൽപ്പിച്ചു വേണം എല്ലാം ചെയ്യാൻ. ചിതയ്ക്ക് തീ കൊളുത്തുന്നതും കർമ്മം ചെയ്യേണ്ടതും ഒക്കെ നീയായിരിക്കണം. നിത്യയുടെ ആത്മാവും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കേണ്ടതാണ്. അല്ല തങ്കച്ചി, ഈ ആത്മാവുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? പിന്നെ അത് സത്യമല്ലേ? നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ അതുണ്ടാവും. ആത്മാവിന് എല്ലാം കാണാൻ പറ്റുമല്ലേ? പറ്റും. നമുക്ക് പക്ഷെ തിരിച്ച് ആത്മാവിനെ കാണാൻ പറ്റില്ല. ആത്മാവിന് എല്ലാം അറിയാം, അങ്ങനെയല്ലേ പറയാറ്? അതെ. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? അല്ല, എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. സത്യം പറ, നീയല്ലേ നിത്യ കൊന്നത്? തങ്കച്ചി, ഇല്ലാത്തൊന്നും പറയരുത്. ആകെ തകർന്നിക്കുവോ അപ്പോഴാ. നീ ദേഷ്യപ്പെട്ടണ്ട, ഞാൻ ഒരു തമാശ പറഞ്ഞതാ. ഇങ്ങനത്തെ തമാശയൊന്നും വേണ്ട. ആരെങ്കിലും കേട്ടാ എന്നെ തൂക്കിയെടുത്തോണ്ട് പോകും. ചുറ്റും പോലീസാ. എനിക്കറിയാം നിനക്കതിനെ പറ്റില്ലെന്ന്. നിത്യ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. നിത്യയുടെ സ്ഥാനത്ത് ദേവികയായിരുന്നെങ്കിൽ നീ ഒരു പക്ഷെ അത് ചെയ്തേനെ. നിത്യ ഒരിക്കലും നീ കൊല്ലില്ല. ദേവികയും കൊല്ലില്ല തങ്കച്ചി. കൊല്ലാൻ ശ്രമിച്ചാലും അത് നടക്കില്ല. ഒടുക്കത്തെ ആയുസാവും. എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കണ്ട. മരിച്ചത് സ്വന്തം ഭാര്യയാണെന്ന് വിചാരിക്കുക. എന്താ വേണ്ടെന്ന് വെച്ചാ അതൊക്കെ ചെയ്യും. പരലോകത്തെങ്കിലും നിത്യക്ക് ശാന്തി കിട്ടട്ടെ. ഞാനുണ്ട് നിന്റെ കൂടെ, ധൈര്യമായിട്ടിരിക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ബോഡി ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്യും. ഞാൻ വരുന്നില്ല, എനിക്ക് കാണണ്ട. എന്താ ചെയ്യണമെന്ന് വെച്ചാ ഡോക്ടർ ചെയ്താൽ മതി. ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? ഇത്തരം സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ പഠിക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും സിദ്ധു ഒരു ക്രിമിനൽ ലോയർ അല്ലേ? എന്നെക്കൊണ്ട് കഴിയില്ല. എന്റെ മനസ്സ് കല്ലൊന്നുമല്ല. എന്റെ പെങ്ങളുടെ ബോഡി ഇറക്കാൻ പോകുന്നത് എനിക്കിത് സഹിക്കാൻ പറ്റില്ല. സഹിച്ചല്ലേ പറ്റൂ. എന്താ? അല്ല, നമ്മളാരും വിചാരിച്ചില്ലല്ലോ ഇങ്ങനൊക്കെ സംഭവിക്കുന്നു. അവക്കത്ര ആയുസുള്ളൂ എന്ന് വിചാരിക്കും. എന്ന് നിനക്ക് പറയാം. മരിച്ചത് നിന്റെ ആരും അല്ലല്ലോ. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അതെന്ത് വർത്താന വക്കീലേ പറയുന്നത്? ഇവനും നെറ്റിയും തമ്മിലുള്ള ബന്ധം വക്കീലിന് അറിയില്ലേ? ഇവൻ കെട്ടാനിരുന്ന പെണ്ണായിരുന്നില്ലേ അവള്? കെട്ടാനിരുന്നല്ലേ ഉള്ളൂ, ഇവൻ കെട്ടിയൊന്നുമില്ലല്ലോ. ഒരായുഷ്കാലം മുഴുവൻ കാത്തിരുന്നാലും ആ കല്യാണം നടക്കില്ലായിരുന്നു. അതെ, ആശുപത്രിയാ. ഇവിടെ വെച്ച് വഴക്ക് വേണ്ട. ഇയാളെന്ന് എത്ര ഇമോഷണൽ ആവുന്നത്? ഇയാളെ ആരെങ്കിലും മരിച്ചു പോയത്? സുധി സാറിന്റെ ഹൃദയം വെച്ചെന്ന് കരുതി ഇയാൾ സുധി സാറാവൂ? നിനക്കെന്തോ അതിൽ വല്ല സംശയമുണ്ടോ? സിദ്ധു, ഉണ്ടെങ്കിൽ തീർത്തു തരടാ. വേണ്ട. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സുഹൃത്തെ. തന്നെക്കാട്ടിൽ കൂടുതൽ വിഷമേ എനിക്കും ഉണ്ട്. ഞാനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. താൻ കാണിക്കുന്ന ഈ ഷോ ഉണ്ടല്ലോ, അത് വെറും ഡ്രാമയാ, നാടകം. ശരിക്കുള്ള നാടകം എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരടാ. എന്താ ഇത്? ആരെങ്കിലും കാണില്ലേ? ഇതിനെ ഇതേ രീതിയിൽ മറുപടി പറയാൻ എനിക്കറിയാൻ വേണ്ടൊന്നുമല്ല. ഒരു മരണം നടന്ന സമയമായി പോയി. അല്ലെങ്കിൽ നീ എന്തിയോടാ വിളിച്ചോണ്ട് പോയവനെ? അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ടവൻ ചാവും. വാ ശരത്തെ,
നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. വാ ശരണ്യ, വാ, കാണാട്ടോ. നടക്ക്. സിദ്ധു വാ, നമുക്ക് ബോഡി ഏറ്റുവാങ്ങണ്ടേ? ഡോക്ടർ ചെല്ല്, ഞാൻ വന്നോളാം. ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി ആരെങ്കിലും അറിയിക്കേണ്ടതുണ്ടോ? ഇല്ല, ബന്ധുക്കളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾക്കൊന്നും ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. എന്നാലും പറയണമല്ലോ. ഈ മരണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. എപ്പോഴാ ഏത് വിധത്തിലാ കയറി വരിക എന്ന് പറയാൻ പറ്റില്ല. അവനെ ഫേസ് ചെയ്യാൻ പഠിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. എളുപ്പമല്ല, പക്ഷെ ട്രൈ ചെയ്യണം, വിജയിക്കണം. വേറൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. സിദ്ധു നിരഞ്ജനൊക്കെ അവിടെ തന്നെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ഒരു ഉടനെ പുറപ്പെടും. അച്ഛ കരയില്ല, കരയില്ല അച്ഛ. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോണ്ടെന്ന് പറ. എന്നെ കൊണ്ടുപോയാൽ മതിയായിട്ട് മോളെ. പകുതി ചട്ട് കിടക്കാനില്ല ഞാൻ. എന്തിനാ എൻ്റെ കുഞ്ഞിനെ ക്രൂരൂറ്റി കൊട്ട് എൻ്റെ മോട്ടറും ബാക്കിയാക്കിയിട്ട് എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊണ്ടുപോയി. ഞാനിതെങ്ങനെ സഹിക്കും?